ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇതൊരു കുഞ്ഞു ഡിന്നർ വ്ളോഗാണ്. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ ഇന്ന് എളുപ്പത്തിൽ ഒരു എഗ് റോസ്റ്റും ചപ്പാത്തിയൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. പിന്നെ അതൊരു പെർഫെക്റ്റ് എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് അതാണ് കാണിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും മുളകും ഏകദേശം ഒരു വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി എടുക്കുമ്പോൾ നമ്മൾ ആൾക്കാർക്കുള്ള എണ്ണത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ചെറിയ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചൊന്നായി വരുമ്പോൾ അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. മസാല പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് തോടൊക്കെ കളയാം. ഉള്ളി ഇപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായി ഒരു ബ്രൗൺ നിറക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. മല്ലി, മഞ്ഞൾ, മുളക്, കശ്മീരി റെഡ് ചില്ലി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, ഇത്രയും മസാലകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി മസാലേൻ്റെ ഈ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി കുറച്ച് മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ്. മാത്രമല്ല എഗ്ഗ് നല്ല പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ ഡിന്നറിന് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ എടുക്കാറുള്ളത്. ഒന്നില്ലെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ സോയ, പനീർ, ആ ഒരു ടൈപ്പിലുള്ള ഏതെങ്കിലും ആണ് ഞങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെ ഡിന്നറിൽ ഉണ്ടാക്കാറുള്ളത്. ഹിലുവിന് ഞാൻ ചോറാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോ കൂട്ടാനായിരിക്കും. ഇന്നിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ആയതുകൊണ്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലും ഞാൻ മുളക് പൊടി വളരെ കുറച്ച് ആഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അധികം സ്പൈസി ആക്കി കഴിഞ്ഞാൽ അവൾ ഒന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാത്തിലും മാക്സിമം എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഡിന്നർ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഡിന്നർ ടൈം. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറാണ്. രാവിലെ ആകുമ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ പോകാനുള്ള ഒരു തിരക്കിലും ഒക്കെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്കാണെങ്കിലും വേഗം വന്ന് നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് ക്ലിനിക്കിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും റിലാക്സ് ചെയ്ത് കഴിക്കുന്നത് നമ്മളെ ഡിന്നറാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കുക്കൊക്കെ ചെയ്ത് കുറേ സംസാരിച്ച് സമാധാനത്തിൽ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ ഡിന്നർ കഴിക്കാറ്. ഞാൻ കുറേ ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെഫാൻ ഖാനോട് എനിക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് തരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ ഓർക്കാണ്ടിരുന്നപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ബൊക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പോട്ടിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ കുറേ ദിവസം അതിങ്ങനെ വെള്ളത്തിലാണെങ്കിൽ നിൽക്കും. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട്. പൊട്ടാറ്റോ ഞാനിവിടെ സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം.
നമ്മളിങ്ങനെ എല്ലാം കണ്ടെയ്നേഴ്സിലാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ അധികം ചളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ചിന്തി വീഴുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഈ ഒരു ഹാൻഡിലുള്ള ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് കുറച്ചൊരു കോമ്പാക്റ്റ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ ബോട്ടിലും ബോക്സ് ഒന്നും ഫിറ്റ് ആവില്ല. അപ്പം നമുക്ക് വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഹാൻഡിലുള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓർഗനൈസ്ഡ് ഫീലാണ് കേട്ടോ. ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ്. ഇത് നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറിയ സമയത്ത് ഉമ്മ ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ലെയറിലുള്ള ഗ്ലാസും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഓരോന്ന് തിരിച്ച് അതിനകത്തേക്ക് തന്നെ വെക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫൈനലി ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ലുക്ക്. ഫ്രിഡ്ജൊക്കെ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വെച്ച കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെഫാൻക വന്ന സമയത്ത് കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. ആ ഒരു ടൈം കൊണ്ട് ഷെഫാൻക അവിടെ ചപ്പാത്തി ചുടുന്നുണ്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ബാച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഹിലോനുള്ളത്. ഞങ്ങൾക്ക് 3 ആൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കിച്ചണിൽ വർത്താനൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കുക്ക് ചെയ്യാനായിട്ട്. ഷെഫാൻകാക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും മടിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കുക്കിങ്ങിലാണെങ്കിലും ക്ലീനിങ്ങിലാണെങ്കിലും ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഷെഫാൻക മാത്രമല്ല കേട്ടോ, അവിടെ വീട്ടിലുള്ള എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ്. ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മളും നമ്മളെ മക്കളൊക്കെ വളർത്തി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വീട്ടിലുള്ള ഉമ്മമാർക്കും വൈഫുമാർക്കും ഒക്കെ ഭയങ്കര ഒരു ഹെൽപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇനി ഡിന്നർ എൻജോയ് ചെയ്യട്ടെ. കരിഞ്ഞ പൊട്ടറ്റോ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഗ് റോസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.